അത്യാവശ്യം കൊച്ചു കൊച്ചു കടകളൊക്കെ ഉള്ള ചെറിയൊരു കവലയാണ് ആനക്കട്ടി. ഇവിടെയായിട്ടൊരു പാലമുണ്ട്, ഇതാ കണ്ടില്ലേ, ആനക്കട്ടി പാലം. ഈ ആനക്കട്ടി പാലത്തിന് അപ്പുറത്തായിട്ട് കേരളമാണ്. വെൽക്കം ടു കേരള സ്റ്റേറ്റ്. തമിഴ്നാട് മദ്യം കേരളത്തിലേക്ക് കടത്തുന്നത് ശിക്ഷാർഹമാണ്. ഈ ആനക്കട്ടി എന്ന് പേര് വരാനുള്ള കാര്യം, പണ്ട് കാലത്ത് ആനകളുടെ അക്രമമെല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആനകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പാറകളെല്ലാം കൊണ്ട് ഒരു തടസ്സം സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തടസ്സമുണ്ടാക്കിയ സ്ഥലം, ആനകൾ വരാതിരിക്കാൻ തടഞ്ഞ സ്ഥലം, കട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തടഞ്ഞു വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ആനകൾ വരാതിരിക്കാൻ വേണ്ടി തടഞ്ഞു വെച്ചു, പാറകളും എല്ലാം വെച്ച് തടഞ്ഞു വെച്ചു. അങ്ങനെ ഒരു പേരിൽ നിന്നുമാണ് ആനക്കട്ടി അങ്ങനെ പേര് വന്നത് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കേ, കോയമ്പത്തൂര് നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണെന്നേ. അതായത് ഈ കാണുന്ന കേരളത്തിൽ നിന്നും ഒരു 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂരായി. അപ്പോഴെന്തായാലും ഇവിടെ നിന്നും ഒരു 7 കിലോമീറ്റർ മാറിയിട്ട് ഷോളയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ എപ്പോഴും ഒന്ന് ബസ് കിട്ടുമെന്നറിയില്ല. എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ ബസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു 7 കിലോമീറ്റർ ഉള്ള ആ ഒരു സ്ഥലം പോയി കണ്ടിട്ട് വരാം. അങ്ങനെ ഷോളയൂർ പോകുന്നൊരു ബസ് വന്നിട്ടുണ്ട്, ഒരു പ്രൈവറ്റ് ബസ്, നല്ല നീറ്റായിട്ടുള്ള ബസ്. അങ്ങനെ നമ്മുടെ ബസ് ഷോളയൂറേക്ക് പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 23 രൂപയാണ് ഷോളയൂർ പോകുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ്. എന്തായാലും പോകുന്ന വഴിയെല്ലാം കൊള്ളാം, കൃഷിയിടങ്ങളൊക്കെയാണ്. ഈ കാണുന്നതെല്ലാം തെങ്ങുംതോപ്പിൻ്റെ ഭാഗമാണ്. വേറൊരു കൃഷി ഞാൻ കണ്ടായിരുന്നു, പക്ഷേ ബസ് അവിടെ നിന്ന് പാസ് ചെയ്തു. പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാം. പിന്നെ പോകുന്ന വഴിയിലാണ് നല്ല ശിങ്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ സിനിമയുടെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് എന്തായാലും ഷോളയാർ പോയിട്ട് തിരികെ വരുമ്പോൾ അവിടെ ഇറങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ശിങ്ക ഇറങ്ങിയതിന് ശേഷം ഷോളയാറേക്ക് പോകാം. വണ്ടി ചാടിച്ചാടിയാണ് പോകുന്നത്, ഏറ്റവും ബാക്ക് സീറ്റിലും കൂടെയാണ് ഇരിക്കുന്നതും. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തി. ഇവിടെ ആയിട്ട് നോക്കി, ഇവിടെയും കൃഷിക്ക് വേണ്ടിയിട്ട് കിളച്ചിട്ടിരിക്കുവാണ്. കൂടുതലായിട്ടും കൃഷിയിടങ്ങളാണ് നമ്മൾ പോകുന്ന വഴിക്കെല്ലാമേ. പിന്നെ നമ്മൾ ഗ്രാമത്തിൽ കാണുന്ന തരം വീടുകളും കാണാം, ചെറിയ ചെറിയ ഓടിട്ട വീടുകൾ. ഇവിടെ ആയിട്ടെല്ലാം അതുപോലത്തെ ആസ്പെറ്റോസ് ഒക്കെ ഇട്ട് കൊച്ചു കൊച്ചു വീടുകളെല്ലാം ഉണ്ട്. അങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ വലിയ വലിയ മലനിരകളുടെ ആ ഒരു ഭാഗമെല്ലാം കാണാം കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ബസ് നിർത്തുന്നുണ്ട്, ആൾക്കാർ ഇറങ്ങിയും കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും ഒരാൾ ഇറങ്ങി, അവിടെ കുറച്ച് പേര് കയറി. എന്തായാലും ഈ പരിസരമെല്ലാം കാണാൻ നല്ല ഗ്രാമാന്തരീക്ഷം. മഴ സമയത്തൊക്കെ വരാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ശരിക്കും നമ്മൾ ഈ കൊടൈക്കനാലെ മന്നവന്നൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, പൂമ്പാറ, അവിടെയൊക്കെ പോയ ഏകദേശം ഒരു ഫീല് കിട്ടുന്നുണ്ട്. ശരിക്കും അതുപോലെ അല്ലെങ്കിലും ഏകദേശം ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഒരു ഹെയർ പിൻ ബെൻഡ് വളഞ്ഞ് മുകളിലേക്ക് കയറുവാണ്. ഇപ്പോൾ വന്നപ്പോഴും കണ്ട ആദ്യത്തെ ഹെയർ പിൻ ബെൻഡാണ് കേട്ടോ ഇത്. എന്തായാലും സ്ഥലമെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. 7 കിലോമീറ്റർ ഉള്ളെങ്കിലും ഒരു 10-15 കിലോമീറ്റർ പോകുന്ന ഒരു ഫീല് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വനമേഖലയെ മൊത്തത്തിൽ അട്ടപ്പാടി എന്നാണ് കേട്ടോ പറയുന്നത്. അട്ടപ്പാടി വനമേഖല എന്നൊക്കെയാണ് പറയുന്നതെന്നാണ് ഈ ബസ്സിലിരിക്കുന്ന നാട്ടുകാർ എന്നോട് പറഞ്ഞത്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ എന്താണ് സംഭവം എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഇൻഫർമേഷൻസ് അവർ പറഞ്ഞു തന്നതാണ്. എന്തായാലും വളവുകളും തിരിവുകളും വളഞ്ഞു തിരിഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്ന അനുഭവം ഒരു പ്രത്യേക അനുഭവമാണ്. അങ്ങനെ മലയുടെ മുകളിലായിട്ട് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി യന്ത്രങ്ങളെല്ലാം കാണുന്നുണ്ട്. സാധാരണ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ പരന്ന പ്രദേശത്താണ് അത് കാണുന്നത്, പക്ഷേ ഇവിടെ മലയുടെ മുകളിലായിട്ടാണ് അത് കാണുന്നത്. ഇവിടെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുളയും ഈറയൊക്കെയാണ് കേട്ടോ. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. എന്തായാലും ഒരു തണുപ്പെല്ലാം ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഒരു ഹിൽ സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തണുപ്പുണ്ടല്ലോ, ആ ഒരു അനുഭവം. അങ്ങനെ ഞാൻ അയ്യപ്പനും കോശിയും ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലത്തെത്തിയിരിക്കുവാണ്, നല്ല ശിങ്ക. ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരു മിൽമ ബൂത്ത് എല്ലാം കാണുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം വെച്ച് കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോഴും നമുക്ക് തോന്നും ഇത് എവിടെയൊക്കെയോ കണ്ട സ്ഥലമാണല്ലോ എന്നിങ്ങനെ തോന്നും. ഇവിടെ എവിടെയോ ബിജു മേനോനും പൃഥ്വിരാജും നിൽക്കുന്നതായിട്ട് തോന്നും. ഇത് കേരളമാണെങ്കിലും നമുക്കൊരു കേരളത്തിൻ്റെ ഫീൽ അല്ല കേട്ടോ. തമിഴ്നാട്ടിലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കൊടൈക്കനാലിൻ്റെ എല്ലാം ഉൾഭാഗങ്ങളുണ്ടല്ലോ, ഏകദേശം ആ ഒരു ഫീലാണ് തോന്നുന്നത്. ഇപ്പോഴ് സത്യത്തിൽ കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പൊന്നുമല്ല, പക്ഷേ ഒരു പൊന്മുടി തണുപ്പ്, അങ്ങനത്തെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴൊരു സ്ഥലത്ത് ബസ് നിർത്തി. ഇവിടെ ആയിട്ട് റിസോർട്ടുകളുടെയും കോട്ടേജുകളുടെ എല്ലാം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ബസ് ഏകദേശം കാലിയായി കേട്ടോ, ബസ്സിൽ ഇനി വലുതായിട്ട് ആരും ഇല്ല. അങ്ങനെ ഷോളയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുവാണ് കേട്ടോ. ബസ് യു ടേൺ എടുക്കുവാണ്, റിവേഴ്സ് എടുത്ത് തിരിക്കുവാണ്. അങ്ങനെ ഞാൻ ഷോളയൂർ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇനി ഈ ബസ് തിരികെ അങ്ങ് പോവുകയാണ് കേട്ടോ, തിരികെ ആനക്കട്ടിയിലേക്ക് പോവുകയാണ്. ഇതെവിടെ ആയിട്ടൊരു
ദ ഭവാനി ടീ ആൻഡ് പ്രൊഡ്യൂസ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കെട്ടിടം കാണാൻ ഒരു ഭംഗിയുണ്ട്, പഴയ ഒരു കെട്ടിടം. എന്തായാലും ഈ ഒരു കവലയും എന്തോ ഒരു പ്രത്യേകത, ഒരു ജീപ്പ് സ്റ്റാൻഡും പിന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡും എല്ലാമായിട്ടേ കൊള്ളാം. അങ്ങനെ അത്യാവശ്യം കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ചെറിയൊരു കവലയാണ് കേട്ടോ ഈ ഒരു ഷോളയൂർ. ചെറിയൊരു സ്ഥലം. ഇവിടം വരെ ബസ് വന്നിട്ട് തിരികെ അങ്ങ് പോവുകയാണ്. എന്തായാലും ആ ബസ് 4:20 പുറപ്പെടുമെന്നാണ് പറഞ്ഞത്. അപ്പോഴെന്തായാലും ഇപ്പോൾ ഉടനെ എടുക്കും. അവർ ചായ കുടിക്കാൻ പോയിരിക്കുവാണ്, ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമേ. അവർ വരുമ്പോഴേ ബസ് തിരികെ ആനക്കട്ടിയിലേക്ക് പോകും. ഞാനും ആ ബസ്സിൽ കയറി തിരികെ പോവുകയാണ്. കാര്യം ഇനിയിപ്പോഴേ നമുക്കിവിടെ കറങ്ങാനൊന്നും സമയമില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കറങ്ങിയിട്ട് പോകാം. അങ്ങനെ ബസ് തിരിച്ചിരിക്കുവാണ്. ഞാനും ബസ്സിലേക്ക് ഓടി കയറട്ടെ. ഈ വേറെ ചേച്ചിയും കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ തിരികെ കയറിയിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 23 രൂപ. ഇങ്ങോട്ട് വന്നതിനും 23, അങ്ങോട്ട് പോകുന്നതിനും 23. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഈ സ്ഥലത്തിൻ്റെ പേര് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ, അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ല ഷിക എന്ന്. നല്ല ഷിക എന്നല്ല, നല്ല സിംഗ എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. നല്ല സിംഗ. അങ്ങനെ ഞാൻ വീണ്ടും ആനക്കട്ടിയിൽ വന്ന് ബസ് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ സമയം 5 മണിയാവാൻ 10 മിനിറ്റ്. അരമണിക്കൂറത്തെ യാത്രയുണ്ട്. 7 കിലോമീറ്റർ ഉള്ളെങ്കിലും സമയം തോനെ എടുക്കും. ഇത് കണ്ടില്ലേ കഴുതകൾ. ഇവിടെ കുറച്ച് കഴുതകളെ കാണാം കേട്ടോ. മുൻപൊക്കെ ശബരിമല ഭാഗത്തെല്ലാം കുറേ കഴുതകളുണ്ടായിരുന്നു. അവിടെ ഭാരം ചുമക്കുന്നതൊക്കെ കഴുതകളായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോഴേ ട്രാക്ടറിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴെന്തായാലും ഞാൻ ഇനി വിചാരിക്കുന്നത് ഇവിടെ നിന്നും ബസ് കയറി ഗൂണിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോഴങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 17 കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ടേക്കുള്ള ദൂരം. അപ്പോഴവിടെ പോയിട്ട് നമുക്ക് റൂം എടുത്ത് സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 6-6:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തുമായിരിക്കാം. അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്ക് ബാക്കി കാര്യം ആലോചിക്കാം. എന്തായാലും ഞാൻ ഗൂണിക്കടവിലേക്ക് പോവുകയാണ്. ഗൂണിയാണോ ഗൂളിയാണോ? അങ്ങനെ ഇതാ ഒരു KSRTC ബസ് മണ്ണാർക്കാട് പോകുന്ന ബസ്സാണിത്. അപ്പോഴിതിൽ നമുക്ക് കയറി ഗൂളിക്കടവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ബസ് പുറപ്പെട്ടിരിക്കുവാണ്. ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 25 രൂപയാണ് ആനക്കട്ടിയിൽ നിന്നും ഗൂളിക്കടവ് വരെ പോകുന്നതിനുള്ള ടിക്കറ്റ് ചാർജ്. ഇതാ നോക്കേ ഗ്രാമത്തിലെ വീടുകൾ. നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന റൂട്ടിലേക്കുള്ള യാത്ര പോലെ തോന്നുന്നുണ്ട്. അതായത് ഗൂഡല്ലൂരിൽ നിന്നും കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന ഏകദേശം ആ ഒരു സ്ഥലം പോലെയാണ് ഇത് കാണാൻ. ഇത് അവിടെ നിന്നും കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ബസ് നിർത്തി. ഈ സ്ഥലത്ത് കുറച്ച് കഫേയൊക്കെ ഉണ്ട് കേട്ടോ. കഫേയും പിന്നെ ചെറിയ റെസ്റ്റോറൻറ്റും പിന്നെ മിൽമയുടെ ഒരു ഔട്ട്ലെറ്റൊക്കെ കാണുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അട്ടപ്പാടി ഏരിയയിൽ എവിടെയും ബിവറേജോ ഒന്നുമില്ല കേട്ടോ. അതാണ് അയ്യപ്പൻ കോശിയും സിനിമയിൽ പറയുന്നത്, 2 അടിക്കണമെങ്കിൽ ആനക്കട്ടി വരെ പോകണമെന്ന്. ആ സിനിമയിൽ അങ്ങനെ ഡയലോഗ് വന്നതിൻ്റെ അർത്ഥം ഇതാണ്. എന്തായാലും ബസ് പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. 2 ഭാഗത്തായിട്ട് മരങ്ങളും നടുക്കുകൂടെ വിജനമായിട്ടുള്ള വഴിയും. എന്തായാലും കൊള്ളാം. റോഡ് കുറച്ച് മോശമായിട്ട് കിടക്കുകയാണ്. വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് വീഡിയോ വലുതായിട്ട് ഷേക്ക് ആവില്ല. അതാണ് നിങ്ങൾക്ക് ഈ ഒരു ഗട്ടറൊന്നും മനസ്സിലാവാത്തത്. ബസ്സിൽ ശരിക്കും ഇരിക്കുമ്പോൾ ആ ഒരു ഗട്ടർ ഫീൽ ചെയ്യുന്നുണ്ട്. ഗട്ടർ എന്ന് വെച്ചാൽ കാഴ്ചയിൽ ഗട്ടറൊന്നുമില്ല, പക്ഷേ ബസ് കുലുങ്ങിയാണ് പോകുന്നത്. റോഡ് മുഴച്ചാണ് കിടക്കുന്നത്. പല ഭാഗത്തും ഗട്ടർ വരുമ്പോൾ പഞ്ചറൊട്ടിച്ച് ആ ഒരു മുഴപ്പ് ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ ആ ഒരു മുഴപ്പിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് കുലുക്കം. ഇതാ കണ്ടില്ലേ, നമ്മൾ പോകുന്ന വഴിക്ക് മിക്ക ഭാഗത്തായിട്ടും ഇതേപോലെ കന്നുകാലികൾ റോഡിന് കുറുകെയെല്ലാം നടന്നു പോകുന്നത് കാണാം. ഇവിടെ ആയിട്ട് ചെറിയൊരു ഗ്രാമമാണ്. കൊച്ചു വീടുകളും കടകളൊക്കെ ആയിട്ട് ഒരു സ്ഥലം. ഒരു ചെക്ക് പോസ്റ്റും കാണുന്നുണ്ട്. എക്സൈസ് ചെക്ക് പോസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ കന്നുകാലികളുടെ കാര്യം. ദോ പോകുന്നത് കണ്ടില്ലേ, ആട്ടിൻകൂട്ടങ്ങൾ. എല്ലാവർക്കും ഒതുങ്ങി നടക്കാനൊക്കെ അറിയാം കേട്ടോ ബസ് വരുമ്പോഴേ. അവിടെ ആയിട്ട് നോക്കേ, നല്ല മനോഹരമായിട്ടുള്ളൊരു സൺസെറ്റിൻ്റെ വ്യൂ ആണ്. സൺസെറ്റിന് സമയമായി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുവാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൊട്ടത്തറ. ഈ കൊട്ടത്തറയിൽ വെച്ചിട്ടാണ് അയ്യപ്പനും കോശിയും സിനിമയിലെ അവസാനത്തെ ആ ഒരു ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. സത്യത്തിൽ ആ സിനിമ കണ്ട കുറേ ഭാഗങ്ങളൊക്കെ മറന്നുപോയി കേട്ടോ.
നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് ആനക്കട്ടി മണ്ണാർക്കാട് റോഡാണ്. മണ്ണാർക്കാടേക്ക് പോകുന്ന റോഡ്. ഈ ബസ്സിൻ്റെ ബോർഡും മണ്ണാർക്കാടാണ്, ഞാൻ കാണിച്ചായിരുന്നല്ലോ. എന്തായാലും ഈ സ്ഥലമെല്ലാം ശരിക്കും ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. കേരളത്തിലാണെങ്കിലും ശരിക്കും കേരളത്തിലല്ലാത്തതുപോലെയാണ് തോന്നുന്നത്. തമിഴ്നാട്ടിൻ്റെ ഉൾഗ്രാമങ്ങൾ പോലെയാണ് തോന്നുന്നത്. വരുന്ന വഴിക്കെല്ലാം പഴയ വീടുകളും ഇതാ കണ്ടില്ലേ അവിടെ ആയിട്ടെല്ലാം. ആ കാണുന്ന വീടുകളെല്ലാം തമിഴ്നാട്ടിലെ വീടുകൾ പോലെ ഉണ്ടല്ലേ. സൈലന്റ് വാലി ഇവിടെ നിന്നും 47 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഷോളയൂർ നിർമ്മൽ ഗ്രാമം നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നന്ദി വീണ്ടും വരിക എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയിട്ടൊരു അമ്പലവും ഒരു കൽപ്പടമൊക്കെ ആയിട്ട് കൊള്ളാം അല്ലേ ഈ ഒരു സ്ഥലം. അങ്ങനെ ഞാൻ ഗൂളിക്കടവിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ ആയിട്ടൊരു ക്രിസ്ത്യൻ പള്ളിയെല്ലാം കാണുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ടൗണാണ് ഗൂളിക്കടവ്. എന്തായാലും നമുക്ക് ഈ ഒരു ഗൂളിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതെങ്കിലും ലോഡ്ജോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇപ്പോൾ സമയം വൈകുന്നേരം 6 മണി ആയിട്ടുണ്ട്. എന്തായാലും എവിടെയായിട്ടെല്ലാം നോക്കി പച്ചക്കറിയുടെ എല്ലാം കച്ചവടങ്ങൾ, പച്ചക്കറിയും മലക്കറിയും എല്ലാം ഉണ്ട്. അതാ ഇവിടെ ഗൂളിക്കടവിൽ കുഴിമന്തി ഉണ്ട് കേട്ടോ. കുഴിമന്തിയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാവിധ സംവിധാനങ്ങളും ഉള്ളൊരു സ്ഥലമാണ് ഗൂളിക്കടവ്. അവിടെ ആയിട്ടൊരു സിനിമാ തിയേറ്ററെല്ലാം ഉണ്ട് കണ്ടില്ലേ, T-Max. ഈ ഇടയ്ക്ക് റിനോവേഷൻ കഴിഞ്ഞൊരു സിനിമാ തിയേറ്ററാണത്. ഞാൻ ഈ തിയേറ്ററിൻ്റെത് ബുക്ക് മൈ ഷോയിൽ നോക്കി കേട്ടോ. ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോഴും 100 രൂപയേ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. 100 രൂപയ്ക്ക് ലാഭം തന്നെ അല്ലേ. അങ്ങനെ ഞാൻ ഗൂളിക്കടവിൽ ഒരിടത്ത് റൂം എടുത്തിരിക്കുവാണ്. നല്ല റൂമാണ് കേട്ടോ. 500 രൂപയാണ് ഈ ഒരു സിംഗിൾ റൂമിന് ചാർജ്. ഇവിടെ ഒരുപാട് ലോഡ്ജുകളോ ഒന്നും ഒരുപാടുള്ള സ്ഥലമൊന്നുമല്ല, കുറച്ച് ലോഡ്ജുകളൊക്കെ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു റൂം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ വന്ന് തങ്ങി, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുവാണ്. ഇപ്പം ഞാൻ പോകുന്നത് ഈ ഗൂളിക്കടവിൽ നിന്നും മണ്ണാർക്കാട് വഴി പാലക്കാടേക്കാണ് പോകുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വഴികളിലൂടെയാണ് യാത്ര. ബസ്സിലാണ് പോകുന്നത്. KSRTC ബസ്സോ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സോ ഏതെങ്കിലും ബസ് നമുക്ക് നോക്കാം. ഏത് ബസ്സിലാണെങ്കിലും നമുക്ക് പോകാം. ഈ ഗൂളിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ആനക്കട്ടിയിൽ നിന്നും ഓടി വരുന്ന ബസ്സാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. ഇവിടെ നിന്നും കയറി കഴിഞ്ഞാൽ വിൻഡോ സീറ്റൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ, നമുക്ക് അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറാം. ഇല്ലാന്നുണ്ടെങ്കിൽ 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആനക്കട്ടിയുണ്ട്. ആനക്കട്ടി പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ്. അപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സീറ്റിൽ കയറി ഇരിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ് ഇതുവഴിയാണ് വരുന്നത്. മനസ്സിലായില്ലേ? 15 കിലോമീറ്റർ ഒരു കാര്യമില്ലാതെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് 15 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം. കൺഫ്യൂഷൻ ആക്കാതെ കുഴയ്ക്കാതെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. കേരള തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള സ്ഥലമാണ് ആനക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഈ ആനക്കട്ടിയിലേക്ക് വരാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ വഴി വരുന്നതാണ്. കോയമ്പത്തൂരിൽ നിന്ന് 30 കിലോമീറ്ററേ ഉള്ളൂ ആനക്കട്ടിയിലേക്കുള്ള ദൂരം. ഈ കോയമ്പത്തൂർ വഴി, ആനക്കട്ടി വഴി, മണ്ണാർക്കാട് വഴി പാലക്കാട്ടേക്ക് പോകാം. ഈ റോഡ് വഴിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റൂമെല്ലാം ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് വന്നിരിക്കുവാണ്. അപ്പവും മുട്ടക്കറിയുമാണ് കഴിച്ചത്. മുട്ടക്കറി എന്ന് പറഞ്ഞാൽ വെജ് കുറുമ പോലെ ഇരിക്കുന്നു. വെജ് കുറുമയിൽ ഒരു മുട്ട ഇട്ട് തന്നാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് എനിക്ക് മുട്ടക്കറി അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ ഇന്നലെ രാത്രി ഇവിടെ നിന്നും ചിക്കൻ കറി കഴിച്ചത് നല്ലതായിരുന്നു. പക്ഷേ മുട്ടക്കറി എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ സാമ്പാറിൽ ഒരു മുട്ട ഇട്ട് തന്നാൽ എങ്ങനെ ഇരിക്കും? ഒരു ഇറച്ചി മസാലയുടെ ഒരു ടേസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ രാവിലെ അപ്പവും മുട്ടക്കറിയും കഴിച്ചു. അപ്പത്തിന് 13 രൂപയാണ്, മുട്ടക്കറി 35 രൂപ. എന്തായാലും റൂമെല്ലാം ചെക്കൗട്ട് ആയിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അത്യാവശ്യം കോടമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും യാത്ര ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണിത്. എന്തായാലും നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് നോക്കാം. മണ്ണാർക്കാട്ടേക്ക് പോകുന്ന ബസ് വരുമോ നോക്കണം. ഇഷ്ടംപോലെ ബസ്സുണ്ട്. അവിടെ ആയിട്ട് ഒരു KSRTC ബസ് ആനക്കട്ടിക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. മണ്ണാർക്കാട് ആനക്കട്ടി ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു മണ്ണാർക്കാട് ബസ് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഈ ബസ്സിലേക്ക് കയറാം. ഫ്രണ്ട് സീറ്റ് ഉണ്ട്. അങ്ങനെ ഗൂളിക്കടവ് ടൗണിൽ നിന്നും ബസ് പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തു. 53 രൂപയാണ് മണ്ണാർക്കാട് വരെ പോകുന്നതിനുള്ള ദൂരം. അതായത് അഗളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഉള്ള ടിക്കറ്റാണത്. ഗൂളിക്കടവിൽ നിന്നുള്ള പോയിന്റ് അല്ല, അഗളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ആ ഒരു ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അഗളി മുതൽ മണ്ണാർക്കാട് വരെ 53 രൂപ. ഷോളയൂർ, അഗളി, പുതൂർ ഇങ്ങനെ പല പല ഭാഗങ്ങൾ ചേർന്നതാണ് അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം. അല്ലാതെ അട്ടപ്പാടി എന്ന് പറഞ്ഞ പ്രോപ്പറായിട്ടൊരു സ്ഥലമില്ല. ദൂരെയായിട്ട് നോക്കിയാൽ കോടമഞ്ഞെല്ലാം കാണാം. എന്തായാലും നല്ല തണുത്ത അന്തരീക്ഷം. ഇതാ കണ്ടില്ലേ, ചെറിയ ചാറ്റൽ മഴയും കോടമഞ്ഞും എല്ലാമായി നല്ല മനോഹരമായിട്ടുള്ള യാത്രയാണിത്. ഇവിടെ ആയിട്ടൊരു ഹെയർ പിൻ ബെൻഡാണ്, നല്ലൊരു വളവാണ്.
ഈ വളവിൽ വണ്ടി വളയുന്ന വീഡിയോസ്, KSRTC ബസ്സെല്ലാം വളയുന്ന വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം റീലിലെല്ലാം. അപ്പോഴാ ഒരു വളവാണ് ഈ വളവ്. ഇതാ കണ്ടില്ലേ, ആ വളവ് വളഞ്ഞിട്ട് വീണ്ടും ഒരു വളവുണ്ട്. അങ്ങനെ ഞാൻ ബസ് കയറിയ ഗൂളിക്കടവിൽ നിന്നും മണ്ണാർക്കാട് വരെ 36 കിലോമീറ്ററേ ഉള്ളൂ. ഈ അട്ടപ്പാടി വനമേഖലയിൽ എവിടെയും ബിവറേജസ് ഇല്ല കേട്ടോ. അയ്യപ്പനും കോശിയും സിനിമയിലൊരു ഡയലോഗ് ഇങ്ങനെ പറയുന്നുണ്ട്, 2 അടിക്കണമെങ്കിൽ ആനക്കട്ടി വരെ പോകണമെന്ന്. അട്ടപ്പാടിയാണ് ആ സിനിമയുടെ ഭൂരിഭാഗം ലൊക്കേഷനും. അതുകൊണ്ടാണ് ആ സിനിമയിൽ അങ്ങനെ ഒരു ഡയലോഗ് വന്നത്. അയ്യപ്പനും കോശിയും സിനിമയുടെ ഒരുപാട് ഭാഗങ്ങൾ ഈ സ്ഥലത്തിൻ്റെ പല പല ഭാഗത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ അങ്ങോട്ടേക്കൊക്കെ പോയായിരുന്നു. ആ വീഡിയോ എല്ലാം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മഴയുടെ അന്തരീക്ഷം ഉള്ളത് കൊണ്ട് നല്ല കോടമഞ്ഞും എല്ലാം കണ്ട് യാത്ര ചെയ്യാം. അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പണ്ട് മുതലേ കേട്ട് പരിചയമുള്ളൊരു പേരാണ് സൈലൻറ്റ് വാലി. ആ ഒരു സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഇവിടെ നിന്ന് 36 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ബസ് സ്റ്റോപ്പുകളിൽ ബസ് നിർത്തുന്നുണ്ട്. എല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. കാവുണ്ടിക്കൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയായിട്ട് ഒരു പഴയ പോസ്റ്റ് ബോക്സ് ഒക്കെ ഇരിപ്പുണ്ട്. ചെറിയൊരു കാവ് പോലെയൊക്കെ കാണുന്നുണ്ട്. ഇതാ നമുക്ക് ഓപ്പോസിറ്റ് സൈഡായിട്ട് ആനക്കട്ടിക്ക് പോകുന്ന ബസ്സാണ് വരുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബസ് പാസ് ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ചു നേരം വനത്തിലൂടെ യാത്ര ചെയ്ത് വന്നിട്ട് കുറച്ച് ട്രാവലറുകളെല്ലാം കിടക്കുന്ന ഒരു സ്ഥലം എത്തിയിരിക്കുവാണ്. ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് താവളം. കൊള്ളാമല്ലോ, വെറൈറ്റി പേരാണല്ലോ. ഓക്കെ, താവളം. ഇതെനിക്ക് തോന്നുന്നു ശബരിമല സീസണുമായിട്ട് ബന്ധപ്പെട്ട ട്രാവലറുകളാണെന്നാണ് തോന്നുന്നത്. തന്നെ ഇവിടെ ഒരു അമ്പലമൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ബസ്സിന് മുന്നിലായിട്ട് ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘോഷയാത്ര പോകുന്നുണ്ട്. വണ്ടി ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഗ്ലാസ്സിൽ വെള്ളം വീണിരിക്കുന്നത് കൊണ്ടേ ഈ ഭാഗത്തായിട്ട് വൈപ്പറില്ല. ഡ്രൈവറുടെ ഭാഗത്തും 2 ഭാഗത്തും വൈപ്പർ വേണമല്ലേ. കാര്യം നമ്മുടെ യാത്രക്കാർക്കും സ്ഥലങ്ങളെല്ലാം കണ്ട് യാത്ര ചെയ്യണമല്ലോ. അങ്ങനെ പള്ളിയുടെ ഘോഷയാത്രയെല്ലാം കണ്ടിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് താവളം എന്ന് പറയുന്ന പ്രോപ്പറായിട്ടുള്ള സ്ഥലത്തെത്തിയത്. അത്യാവശ്യം കടകളും കാര്യങ്ങളും എല്ലാം ഉള്ള വലുതെന്ന് വെച്ചാൽ അത്ര വലുതല്ല, ചെറിയൊരു കവലയാണ്. ഇവിടെ ഒരു താവളം ടൗണിന് ബാക്കിലായിട്ട് കണ്ടില്ലേ, ഒരു വലിയ മലനിരയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ താവളത്തിൽ ഒരു പെട്രോൾ പമ്പും ഉണ്ട് കേട്ടോ. HP ഒരു പെട്രോൾ പമ്പുണ്ട്. നമ്മളങ്ങനെ കുറേ കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് സമാന്തരമായിട്ടൊരു നദി ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ബസ്സിന് വലതു ഭാഗത്തായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് അത് കാണാം. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ആനക്കട്ടിക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സാണ് ആ പോകുന്നത്. ബസ്സിനൊന്നും ഒരു ക്ഷാമവുമില്ല. ഇഷ്ടംപോലെ ബസ്സുണ്ട് കേട്ടോ ഈ റൂട്ടിൽ. അതുകൊണ്ട് യാത്രയ്ക്ക് വലച്ചിലൊന്നുമില്ല. ഓരോ വളവുകളും തിരിഞ്ഞ് കുറച്ച് വരുമ്പോഴേ ഏതെങ്കിലും സ്ഥലത്തെത്തും. അവിടെ കുറച്ച് കടകളും വീടുകളും എല്ലാം കാണാം. വീണ്ടും വിജനത. അങ്ങനെയാണ്. മണ്ണാർക്കാട് ഇവിടെ നിന്നും 21 കിലോമീറ്റർ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൽക്കണ്ടി. അത്യാവശ്യം ചെറിയൊരു ടൗണാണ് കേട്ടോ കൽക്കണ്ടി. അങ്ങനെ കൽക്കണ്ടിയിൽ നിന്നും വീണ്ടും ബസ് പുറപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ കണ്ടതുപോലത്തെ വളവുകളും തിരിവുകളും ഉള്ള വഴികളിലൂടെ. ഇവിടെ ഒരുപാട് കവുങ്ങിൻ്റെ കൃഷിയുണ്ട്. ബസ്സിന് വലതുഭാഗത്തായിട്ടെല്ലാം കുറേ കവുങ്ങുകൾ നിൽപ്പുണ്ട്. ഇതോ കണ്ടില്ലേ, അവിടെ ആയിട്ടെല്ലാം ആ നിൽക്കുന്നതെല്ലാം കവുങ്ങുകളാണ്. അവിടെ ആ കവുങ്ങുകൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് വലിയൊരു മലനിരയും കാണുന്നുണ്ട്. ഗ്ലാസ് വെള്ളം നനഞ്ഞ് കിടക്കുന്നത് കൊണ്ടേ ക്ലിയർ ആയിട്ട് ഒരു വിഷൻ കിട്ടുന്നില്ല. ഇവിടെ ആയിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. പോലീസ് ചെക്ക് പോസ്റ്റ് മുക്കാലി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. മുക്കാലി ചെക്ക് പോസ്റ്റ്. എന്തായാലും കുറേ ഗട്ടർ റോഡിൽ നിന്നും മാറിയിട്ട് അത്യാവശ്യം നല്ല റോഡിലേക്ക് കയറിയിരിക്കുവാണ്. ഈ വഴി കൊള്ളാം.
അങ്ങനെ നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തുകൊണ്ടിരുന്നത് വനത്തിനുള്ളിലൂടെയായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തായിട്ട് മലയും വേറൊരു ഭാഗത്തായിട്ട് താഴ്ചയുമാണ്. അതുകൊണ്ട് ചെറുതായിട്ട് വ്യൂ പോയിന്റുകളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയോ, കാണാം. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ കാണിച്ചു തരാം. നല്ല റോഡെന്ന് വെച്ചാൽ വീതി ഉണ്ടെന്നേ ഉള്ളൂ, ഗട്ടർ ഇവിടെയും ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ ഒരു വ്യൂ പോയിന്റിന്റെ ഭാഗമാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല താഴ്ചയാണ്. ഇതാ നോക്കിക്കോ, നല്ലൊരു ഹെയർ പിൻ ബെൻഡാണ്. ബസ് വളഞ്ഞു പോകുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനത്തെ റീലെല്ലാം ഷൂട്ട് ചെയ്യുന്ന ഒരു വളവാണിത്. നല്ല വളവാണ്. അവിടെ ആയിട്ട് നിർത്തിയിട്ടിരിക്കുന്ന കാറൊക്കെ മാറ്റി കൊടുത്തെങ്കിലേ വളഞ്ഞു പോത്തോളം തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു വലിയ വളവ് വളഞ്ഞിട്ട് വരുമ്പോൾ ഓരോരോ ഭാഗത്തായിട്ടും ഇതേപോലുള്ള ഹെയർ പിൻ ബെൻഡുകളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നല്ല വളവുകളാണ്. നല്ല വളവും അതുപോലെ തന്നെ വലിയ കയറ്റവും. അവിടെ ആയിട്ടൊരു ടവേറ ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട്. ഇതുവഴിയിലൂടെ വരുമ്പോൾ എന്തെങ്കിലും ഇതേപോലെ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ വലിയ പണിയാണ്. വേറെ വാഹനങ്ങളൊക്കെ നമ്മളെ സഹായിക്കും, പക്ഷെ എന്നാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പണിയാണ്. റോഡിന് നടുക്കൂടെ വെള്ള വരയിട്ടിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് വേണ്ടി വീതിയുള്ള റോഡൊന്നും അല്ല കേട്ടോ. ഞാൻ കുറച്ച് ബാക്കിലേക്കിരുന്നു. ബസ് ഇങ്ങനെ വളയും തിരിയും ചെയ്യുന്ന ആ ഒരു വിഷ്വൽ കിട്ടുന്നത് ബാക്കിലിരുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. എന്തായാലും ഈ വഴിയെല്ലാം നല്ല വിജനമായിട്ടുള്ള വഴിയാണ് കേട്ടോ. ട്രിപ്പൊക്കെ വരാൻ പറ്റിയ റൂട്ടാണ്. ഒരു ഫാസ്റ്റ് ബസ്, ആനക്കട്ടിക്ക് വരുന്ന ഒരു ഫാസ്റ്റ് ബസ് നമ്മുടെ ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മൾ കണ്ടത് ഇതുപോലത്തെ ഓർഡിനറി ബസ്സുകളാണ്. ഓർഡിനറിയും പിന്നെ വേണാടല്ല, ഇവിടെ മലബാർ എന്നാണ് ഈ ബസ്സിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു വെള്ള ബസ്സിനെ, അതായത് തെക്കോട്ടെല്ലാം എഴുതിയിരിക്കുന്നത് വേണാടെന്നാണ്. പക്ഷേ ഇവിടെ ഇങ്ങോട്ടേക്കെല്ലാം ഈ വെള്ള KSRTC ബസ്സിൽ എഴുതിയിരിക്കുന്നത് മലബാർ എന്നാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആനക്കട്ടിയിൽ നിന്നും ഇങ്ങോട്ടേക്ക്, അതായത് മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബസ്സിന് ഇടത് ഭാഗത്തായിട്ടിരിക്കണം കേട്ടോ. അവിടെയാണ് കൂടുതലായിട്ടും വ്യൂ പോയിന്റുകളും കാഴ്ചകളും ഉള്ളത്. നമ്മുടെ വലത് ഭാഗത്തായിട്ട് മലയാണ്, വലത് ഭാഗത്തായിട്ട് ഉയർച്ചയും ഇടത് ഭാഗത്തായിട്ട് താഴ്ചയുമാണ്. അതുകൊണ്ട് താഴേക്ക് നോക്കുന്നതാണ് വ്യൂ. ഇതാ കണ്ടില്ലേ, താഴെയായിട്ട് നമുക്ക് വളഞ്ഞ് താഴേക്ക് ഇറങ്ങി പോകേണ്ട റോഡൊക്കെ കാണുന്നുണ്ട്. വീഡിയോയിലൂടെ അത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം നമ്മളിവിടെ നേരിട്ട് നോക്കുമ്പോൾ ഈ ഒരു മരങ്ങൾക്കിടയിലൂടെ റോഡ് താഴെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാ പോകുന്നു റോഡ്. ഇത് നമുക്ക് കുറേ മുകളിലായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ആയിട്ടെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്, വന്യമൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പാടില്ല എന്ന്. ഇതാ ബാക്കിലിരിക്കുമ്പോൾ കണ്ടില്ലേ ടയർ ഇങ്ങനെ തിരിയുന്നത്, ഫ്രണ്ടിലത്തെ ടയർ. കണ്ടക്ടർ സൈഡൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ബസ്സിൻ്റെ. റോഡ് കുറേ മോശമായിട്ട് കിടക്കുന്നു കേട്ടോ. റോഡും കൂടെ ഒന്ന് നന്നായിരുന്നെങ്കിൽ യാത്ര കുറച്ചുകൂടെ ഭംഗിയായിരുന്നു തന്നെ. കട എന്നും പറഞ്ഞ് ബസ് അടിച്ചടിച്ചാണ് പോകുന്നത്. അടുത്ത വളവാണ്. ഫ്രണ്ടിലത്തെ ടയറിലേക്ക് നോക്കിയോ, കണ്ടില്ലേ തിരിയുന്നത്? അത് കാണാനൊരു പ്രത്യേകതയാണ്.
നമ്മൾ യാത്ര പുറപ്പെട്ടപ്പോൾ മഴയുടെ അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഇപ്പോഴ് മഴയെല്ലാം മാറി ആകാശം തെളിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, വെട്ടിത്തിളങ്ങുവാണ്. ഇതോ കണ്ടില്ലേ, ഇടയിലായിട്ട് നീലാകാശം എല്ലാം കാണുന്നുണ്ട്. ഇതോ നോക്കേ, വലിയൊരു മല, പാറ. ഓ, ഇതോ നമുക്ക് ആ വഴിയിലൂടെയാണ് പോകേണ്ടത്. വളഞ്ഞു തിരിഞ്ഞ് നമ്മൾ ദാ ഇതുവഴിയിലൂടെ വരും. കൊടും വളവുകളാണ് കേട്ടോ. ഓ, നമുക്ക് ബാക്കിലായിട്ട് ഒരു ഫാസ്റ്റ് വരുന്നുണ്ട്. അത് കോഴിക്കോട് പോകുന്ന ഫാസ്റ്റാണ് കേട്ടോ. അങ്ങനെ വളവുകൾക്കും തിരിവുകൾക്കും ഒരു പഞ്ഞമില്ല കേട്ടോ. ഇഷ്ടം പോലെ വളവുകളാണ്. സത്യത്തിൽ ഇങ്ങനെ വളവുകളും തിരിവുകളും തിരിഞ്ഞുള്ള യാത്ര നല്ലൊരു അനുഭവമാണ്. ഓ, എൻ്റെ അമ്മോ, ബസ്സിനകത്ത് പടപടാ സൗണ്ട് കേട്ടോ. സ്വാഗതം, അവിടെ ഒരു സ്വാഗതം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണ് സ്വാഗതം? ഓ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബോർഡാണ് കേട്ടോ അത്. അഗളി ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാണ് വെച്ചിരുന്നത്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് പോലെ. നമ്മൾ ഈ ഒരു വളവുകളും തിരിവുകളും തിരിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ആയിട്ട് ചെക്ക് പോസ്റ്റൊക്കെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ആനമൂലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്, അങ്ങനെയാണ് ബോർഡ് വെച്ചിരുന്നത്. ഇവിടെ ആയിട്ടൊരു തട്ടുകടയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അടിവാരം തട്ടുകട എന്ന്. അതിനർത്ഥം എനിക്ക് തോന്നുന്നു നമ്മൾ മലയെല്ലാം ഇറങ്ങി താഴെ വന്നെന്നാണ് തോന്നുന്നത്. ആനമൂളി അങ്ങനെയാണ് കേട്ടോ സ്ഥലപ്പേര്. ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ ആനമൂലി എന്നാണ് വായിച്ചത്. മലയാളത്തിൽ ആനമൂളി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആനയുടെ മൂളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരിക്കും. ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് ആ ഒരു ഫാസ്റ്റ് പോയി കേട്ടോ. ഇതോ കണ്ടില്ലേ, കയറിപ്പോയി എൻ്റെ മൂക്കട്ടർ. അങ്ങനെ നമ്മൾ വളവുകളും തിരിവുകളും എല്ലാം കഴിഞ്ഞിട്ട്, അതായത് വലിയ വലിയ കയറ്റങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് എത്താറായിരിക്കുവാണ് കേട്ടോ. ഇനി വളരെ കുറച്ച് കിലോമീറ്റർ ആകുമ്പോൾ മണ്ണാർക്കാട് എത്തും. ഇപ്പോഴ് മണ്ണാർക്കാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കടകളുടെ ഫ്രണ്ടിലായിട്ടേ. എന്നാലും പ്രോപ്പർ മണ്ണാർക്കാട് ജംഗ്ഷനിൽ എത്തിയിട്ടില്ല. നല്ല വെയിലുണ്ട് കേട്ടോ. ക്ലൈമറ്റ് മൊത്തത്തിൽ മാറി. ഒരു 2 മണിക്കൂർ മുന്നേ എങ്ങനെയായിരുന്നു? മഴയും. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് മഴയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വെയിൽ. നേരത്തെ അങ്ങനെ ഒരു കാലാവസ്ഥ ഉള്ളതായിട്ടേ തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ പ്രോപ്പർ മണ്ണാർക്കാട് ടൗണിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയൊരു ടൗണാണ് മണ്ണാർക്കാട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ ടൗണാണ് മണ്ണാർക്കാട്. അങ്ങനെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വളഞ്ഞു കയറിയിരിക്കുവാണ്. അങ്ങനെ ഞാൻ ഈ ബസ്സിലാണ് വന്നിറങ്ങിയത്. അങ്ങനെ ആ ബസ് തിരികെ പോവുകയാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ടൊരു പാലക്കാട് ബസ് കിടപ്പുണ്ട്. ഞാൻ ഈ വന്ന ബസ്സിനപ്പുറത്തായിട്ട് ഒരു തമിഴ്നാടിൻ്റെ ബസ് കിടപ്പുണ്ട്. അത് കോയമ്പത്തൂർ പോകുന്ന ബസ്സാണ്. അങ്ങനെ ഇവിടെ നിന്നും ഒരുപാട് ബസ്സുകൾ പാലക്കാടേക്കുണ്ട് കേട്ടോ. പാലക്കാടേക്കും കോഴിക്കോടേക്കെല്ലാം ഒരുപാട് ബസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബസ് കയറി പാലക്കാടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പാലക്കാടാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അപ്പോഴെന്തായാലും പാലക്കാടേക്ക് പോകാം. ഇവിടെ നിന്ന് 30 കിലോമീറ്ററേ ഉള്ളൂ പാലക്കാടേക്കുള്ള ദൂരം. ഇവിടെ ആയിട്ടൊരു പാലക്കാട് ബസ് വന്ന് നിൽപ്പുണ്ട്. എന്തായാലും ഞാൻ ഈ ബസ്സിലേക്ക് കയറുവാണ്. അങ്ങനെ ഞാൻ പാലക്കാടേക്കുള്ള ബസ്സിൽ കയറി പുറപ്പെട്ടിരിക്കുവാണ്. ഹൈവേയിലൂടെയുള്ള യാത്രയാണ്. എന്തായാലും നോക്കാം, എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും കാഴ്ചകളെ. അമ്മേ വളവ്. അങ്ങനെ മണ്ണാർക്കാട് നിന്നും പുറപ്പെട്ടിട്ട് ആദ്യത്തെ ഹെയർപിൻ ബെൻഡ് കയറുവാണ്. ഈ വളവ് കയറിയിട്ട് മുകളിലായിട്ട് വീണ്ടും റോഡുണ്ട്. അതായത് ഒരു എസ് പോലത്തെ ഒരു വളവാണിത്. വീണ്ടും ബസ് വളയുവാണ്. ഇത് കണ്ടില്ലേ, കാറെല്ലാം വളഞ്ഞു വരുന്നത്. ആ വളവിലേക്ക് വളഞ്ഞു പോവുകയാണ്. ഇതാ നോക്കേ, അടിപൊളി വ്യൂ അല്ലേ? വലിയ വലിയ മലനിരകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് കേട്ടോ പോകുന്നത്.
അങ്ങനെ ഞാൻ പാലക്കാടേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. ഇവിടെ നിന്നും 33 കിലോമീറ്റർ ആണ് പാലക്കാടേക്കുള്ള ദൂരം. 48 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിൽ ഞാൻ ബസ് വന്നിറങ്ങി കേട്ടോ. ഞാൻ വന്നിറങ്ങിയ ബസ്സാണ് ദൈ പോകുന്നത്. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി. കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ പറയാം. പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണാർക്കാട് വരെ വരുന്ന കാഴ്ചകളെല്ലാം നല്ല മനോഹരമായിരുന്നു. പക്ഷേ മണ്ണാർക്കാട് കഴിഞ്ഞ് പാലക്കാടേക്ക് വരുന്ന ആ ഒരു തുടക്കം കൊള്ളായിരുന്നു. കാര്യം മലനിരകളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. പക്ഷേ എന്നാലും ഒരു ത്രൂ ഔട്ട് കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും വലുതായിട്ട് എടുത്തൊന്നുമില്ല. ഞാൻ ഇവിടെ പാലക്കാട് വന്ന് ബസ് ഇറങ്ങിയിട്ട് ട്രെയിനിൽ കയറി നാട്ടിലേക്ക് വിടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇനിയിപ്പം ഞാൻ നാട്ടിലേക്ക് പോകുന്നത് വൈകുന്നേരം 4 മണിക്കൊരു ട്രെയിനുണ്ട്. പാലരുവി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട്. വൈകുന്നേരം 4:05 ഈ ഒരു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത്. അത് തൂത്തുക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ആ ട്രെയിനിൽ കയറി വിടാനാണ് പ്ലാൻ. അതിന് മുന്നേ ആയിട്ട് വിവേക് എക്സ്പ്രസ് ഉണ്ട്. അത് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. 2:15 ഈ പാലക്കാട് ജംഗ്ഷനിൽ എത്തുമെന്ന് കാണിക്കുന്നത്. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും 2:15 ആ വണ്ടി അങ്ങ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഞാൻ ആ വിവേക് എക്സ്പ്രസ് എന്നുള്ള പ്ലാൻ അങ്ങ് മാറ്റാൻ സാധ്യതയുണ്ട്. കാര്യം വിവേക് എക്സ്പ്രസ് കുറച്ചധികം വൃത്തി കുറഞ്ഞ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ നിന്നൊരു 6-7 മണിക്കൂറുണ്ട് നാട്ടിലേക്ക്, കൊല്ലത്തേക്കുള്ള യാത്ര. അത്രയും യാത്രയും ഈ ഒരു ഭായിമാരുടെ കൂടെ യാത്ര ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദുർഘടം പിടിച്ച യാത്രയായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ട്രെയിനിൽ കയറി നാട്ടിലേക്ക് വിടുന്നില്ലെന്നാണ് നിലവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഒരു അരോണ എക്സ്പ്രസ് ഉണ്ട്. അതും ലേറ്റായിട്ടാണ് കാണിക്കുന്നത്. അത് 3 മണിയാവും ഇവിടെ എത്താൻ. അതും സൂപ്പർ ഫാസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൽ കയറി വിട്ടാലോ എന്നും ഒരു ആലോചനയുണ്ട്. അതാകുമ്പോഴത്തേക്കും കഴിച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് ആ വണ്ടി കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് കഴിച്ചതിന് ശേഷം ബാക്കി കാര്യം ആലോചിക്കാം. പിന്നെ വേറെന്താ പറയാനുള്ളത്? എപ്പോഴെങ്കിലും നിങ്ങൾ പാലക്കാട് ഈ ഭാഗത്തേക്കെല്ലാം വന്നിട്ട് ഒന്ന് കറങ്ങണമെന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഈ ഞാൻ പറഞ്ഞ അട്ടപ്പാടി, ആനക്കട്ടി അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ പാലക്കാട് വരുവാണെന്നുണ്ടെങ്കിൽ, പാലക്കാട് നിന്നും ഒരുപാട് ദൂരമൊന്നുമില്ല ഈ സ്ഥലത്തേക്കൊന്നും. അപ്പോൾ എന്തായാലും ഒന്ന് വന്ന് കറങ്ങിയിട്ട് പോകാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സ്ഥലം. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ ചെറിയ ചെറിയ യാത്രകളും മറ്റ് വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ, യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഫോളോ ചെയ്യുക. കുറേ ജോലിയൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുവാണല്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അങ്ങനെ ഞാൻ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. 135 രൂപ. സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വിവേക് എക്സ്പ്രസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതിൽ തിരക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ മാറി ഞാൻ കയറും. എറണാകുളത്തോ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് മാറി കയറും. പുറകെ വരുന്ന പാലരുവി എക്സ്പ്രസ്സിൽ കയറിയിട്ട് നാട്ടിലേക്ക് വിടും. അപ്പോഴെന്തായാലും നമുക്ക് ട്രെയിനിലേക്ക് കയറാം. യെസ്, അങ്ങനെ ഞാൻ വിവേക് എക്സ്പ്രസ്സിലേക്ക് കയറിയിരിക്കുവാണ്. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ട് തൊട്ടിലെല്ലാം കെട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ട്രെയിനിൽ കയറി നാട്ടിലേക്ക് വിടാം. ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണിത്. ഇതാ ഇവിടെ ഫാനിൻ്റെ മുകളിൽ ഷൂസൊക്കെ വെച്ചിരിക്കുന്നത് നോക്കേ, കൊള്ളാമല്ലേ?